श्री राधे राधे तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण। ഇന്ന് ദശകം 70 പറയാനുള്ളത്. ഹരേ കൃഷ്ണ. സുദർശന ശാപമോക്ഷവും ശംഖചൂഡ അരിഷ്ടവധവുമാണ് ഇന്ന് പറയാനുള്ളത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി, കാരണം ഒരു സത്സംഗത്തിന് പോയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഭാഗവതം ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് ഒന്ന് ലേറ്റ് ആയിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ ഒരു ഇതാണ്, ഒരു ക്ലിയർനെസ് ഇല്ല അല്ലേ, എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പം ഒരു ക്ലിയർനെസ് കിട്ടുന്നില്ല. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് വായിക്കാനുള്ളതെന്ന് വെച്ചാൽ സുദർശന ശാപമോക്ഷവും ശംഖചൂഡ അരിഷ്ടവധവുമാണ്. ദശകം 70 അപ്പോൾ വായിക്കാം കേട്ടോ. ഇതി ത്വയി രസാകുലം രമിതവല്ലഭേ വല്ലവാഃ കദാപി പുരമംബികാഗമിതുരാംബികാകാനനേഹ സംമേദ്യ ഭവതാ സമം നിശി നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസീത് വ്രജപമുഗ്രനാഗസ്തദാ. അല്ലയോ ഭഗവാനേ, ഇപ്രകാരം ഗോപികമാരുമായി രസിച്ചു കഴിയവേ പിന്നീടൊരിക്കൽ അംബികാവനത്തിലെ ശിവക്ഷേത്രത്തിൽ ഗോപന്മാരുമൊത്ത് അവിടുന്ന് ദിവ്യോത്സവത്തിൽ പങ്കെടുക്കാൻ പോയി. ഉത്സവാഘോഷങ്ങൾക്കു ശേഷം രാത്രിയിൽ ഉറങ്ങവേ അതിഭയങ്കരനായ ഒരു സർപ്പം നന്ദഗോപരെ വിഴുങ്ങാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഗോപികമാരുടെ കൂടെ ഭഗവാൻ രാസനൃത്തമൊക്കെ ആടിയതിന് ശേഷം എന്താ സംഭവിച്ചേ? ഹരേ കൃഷ്ണ, കാണാൻ പറ്റുന്നുണ്ടോ? രാസനൃത്തമൊക്കെ ആടിയതിന് ശേഷം അംബികാവനം എന്ന് പറയുന്ന ഒരു വനം ഉണ്ടായിരുന്നു. ആ വനത്തിൽ പോയി, അത് ശിവക്ഷേത്രത്തിനടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വനമായിരുന്നു അംബികാവനം എന്ന് പറയുന്നത്. അപ്പോൾ ആ വനത്തിൽ ഭഗവാൻ ഗോപന്മാരുമൊത്ത് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ദിവ്യോത്സവത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഉത്സവാഘോഷങ്ങൾക്ക് ശേഷം രാത്രിയിൽ ഉറങ്ങവേ അതിഭയങ്കരനായ ഒരു സർപ്പം നന്ദഗോപരെ വിഴുങ്ങാൻ തുടങ്ങി. അപ്പം അവിടുത്തെ ഉത്സവം ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ എല്ലാവരും കൂടെ കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്തുണ്ട് ഒരു ഭയങ്കരനായിട്ടുള്ള ഒരു സർപ്പം വന്നിട്ട് നന്ദഗോപരെ, അതായത് ഭഗവാന്റെ അച്ഛനെ, നന്ദഗോപരെ വിഴുങ്ങാൻ തുടങ്ങുകയാണ്. സന്മുഖമദോൽമുഖൈരവിഹദേവപി തസ്മിൻ ബലാ ദമുഞ്ജതി ഭവത്പദേ ന്യപതി പാഹി പാഹിതി തൈഹ തഥാ ഖലു പദാ ഭവാൻ സമുപമഗമ്യ സശാതം പസ്പർശതം ബഹൗ സച സന്നിജാം തനും സമുപസാദ്യ വൈദ്യാദരീം. പാമ്പിന്റെ മുഖത്ത് തീക്കൊള്ളി കൊണ്ട് ശക്തിയോടെ അടിച്ചിട്ടും അത് നന്ദഗോപരെ വിട്ടില്ല. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഗോപന്മാർ അവിടത്തെ കാൽക്കൽ വീണു. അപ്പം നന്ദഗോപരെ രക്ഷിക്കാൻ നോക്കുകയാണ് അല്ലേ. എന്നിട്ടും എന്താ പറയുന്നത്, പാമ്പിന്റെ മുഖത്ത് തീക്കൊള്ളി കൊണ്ട് ശക്തിയോടെ അടിച്ചിട്ട് കൂടി ആ പാമ്പ് എന്താണ് നന്ദഗോപരെ വിട്ടില്ല. എന്നിട്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഗോപന്മാർ അവിടുത്തെ കാൽക്കൽ വീഴുകയാണ്. അപ്പോൾ അവിടുന്ന് തന്റെ പാദത്താൽ പാമ്പിനെ സ്പർശിക്കുകയും ആ പാമ്പ് ക്ഷണത്തിൽ തന്റെ സ്വയരൂപമായ വിദ്യാധര രൂപത്തെ പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ ആ പാമ്പിനെ ഒന്ന് സ്പർശിക്കുകയേ ചെയ്തുള്ളൂ. അങ്ങനെ സ്പർശിച്ച സമയത്ത് ആ സർപ്പം എന്താവുകയാണ്? വിദ്യാധര രൂപം, തൻ്റെ യഥാർത്ഥ രൂപമായ വിദ്യാധര രൂപം ആവുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഈ ലൈറ്റിന്റെ ഒരു ഇത് വരുന്നുണ്ടല്ലേ, പ്രശ്നം. കാണാൻ പറ്റുന്നില്ല. സുദർശനദര പ്രഭോനനു സുദർശനാഗ്യോപസമൂഹം
മുനീൻ ക്വചിദപാഹസന്ത ഇഹ മാം വ്യുദർവാഹസംഹാ ഭവത്പദസമർപ്പണാദമലതാം ഗതോസ്മീത്യസൗ സ്തുവൻ നിജപദം യയൗ പ്രജപദം ച കോപാമുദാ. ഇപ്പൊ കാണാവോ? ഹരേ കൃഷ്ണ. അല്ലയോ സുദർശനധാരിയായ ഭഗവാനെ, സുദർശനൻ എന്നു പേരുള്ള ഞാൻ ഒരിക്കൽ സൗന്ദര്യഗർവത്താൽ മുനിമാരെ, അതായത് സപ്ത ഋഷിമാരെ പരിഹസിച്ചതിനാൽ ശാപത്താൽ പെരുമ്പാമ്പായി മാറി. അവിടുത്തെ പാദസ്പർശത്താൽ എനിക്ക് സ്വന്തം രൂപം ലഭിച്ചിരിക്കുന്നു എന്നിങ്ങനെ അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ സ്വസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി. ഗോപന്മാരും സന്തോഷത്തോടെ ഗോകുലത്തിലേക്ക് പോയി. അപ്പോൾ ആ സർപ്പം എന്താണ്? സുദർശനധാരിയായ ഭഗവാനെ, സുദർശനൻ എന്ന പേരുള്ള ഞാൻ ഒരിക്കൽ സൗന്ദര്യഗർവത്താൽ മുനിമാരെ, അതായത് സപ്ത ഋഷിമാരെ പരിഹസിച്ചതിന്റെ ശാപത്താൽ പെരുമ്പാമ്പായി മാറി. അപ്പോൾ ഇയാൾക്ക് നല്ല, അതായത് ഈ സുദർശനൻ എന്ന പേരുള്ള ആൾക്ക് ഭയങ്കര സൗന്ദര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ സൗന്ദര്യത്തിന്റെ ഗർവത്തില് മുനിമാരെ കണ്ടപ്പോ ഇയാള് പരിഹസിക്കുകയുണ്ടായി. ഈ സുദർശനൻ എന്ന് പറയുന്ന വ്യക്തി മുനിമാരെ കണ്ടപ്പോ പരിഹസിക്കുകയുണ്ടായി. അങ്ങനെ ആ ഗർവത്തിൽ പരിഹസിച്ചതുകൊണ്ട് മുനിമാരെന്ത് ചെയ്തു? മുനിമാര് ശപിക്കുകയുണ്ടായി, ഒരു പെരുമ്പാമ്പായി മാറട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ പെരുമ്പാമ്പായി മാറി. അപ്പോൾ എന്താ ചെയ്തേ? ഭഗവാന്റെ പാദസ്പർശത്താൽ ആ സുദർശനന് എന്ത് കിട്ടുകയാണ്? ശാപമോക്ഷം കിട്ടുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കഥാപി ഖലു സീരിനാ വിഹരതി ത്വയി ശ്രീജനൈർ ജഗാരദാനുഗാഃ സകില ശംഖചൂഡോപബലാഃ അതിദ്രുതമുദ്രതസ്തദമദ മുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലവൃതേ ച തസ്യാദദാഃ. അല്ലയോ ഭഗവാനേ, ഒരിക്കൽ അവിടുന്ന് ബലരാമനോടും ഗോപസ്ത്രീകളോടുമൊപ്പം വനത്തിൽ വിഹരിക്കവേ കുബേരന്റെ അനുചരനായ ശംഖചൂഡൻ എന്ന യക്ഷൻ അബലകളായ ഗോപികമാരെ തട്ടിക്കൊണ്ടുപോയി. അവിടുന്ന് പിന്തുടരുന്നത് കണ്ട് ഭയന്ന് അവൻ സ്ത്രീകളെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവിടുന്ന് അവനെ വധിച്ചു. അവൻ ധരിച്ചിരുന്ന ശിരോരത്നമാകട്ടെ അവിടുന്ന് ബലരാമന് കൊടുത്തു. അപ്പം ഒരിക്കൽ ഭഗവാൻ ബലരാമനും ഗോപസ്ത്രീകളും കൂടി വനത്തിൽ ഇങ്ങനെ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് കുബേരൻ അറിയാലോ, ധനാഢ്യനാണ്. അപ്പൊ ആ ധനത്തിന്റെ അധിപനായ കുബേരന്റെ അനുചരനായ ശംഖചൂഡൻ എന്ന് പറയുന്ന യക്ഷൻ അബലകളായ ഗോപികമാരെ തട്ടിക്കൊണ്ടു പോവുകയാണ്. ഗോപികമാരെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവിടുന്ന് ഭഗവാൻ എന്ത് ചെയ്തു? അയാളെ ശംഖചൂഡനെ പിന്തുടർന്നിട്ട് ഭയന്ന് അവൻ സ്ത്രീകളെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവനെ വധിച്ചു. അവൻ ധരിച്ചിരുന്ന ശിരോരത്നമാകട്ടെ അവിടുന്ന് ബലരാമന് കൊടുത്തു. എന്നിട്ട് ഭഗവാനെ കണ്ട ഉടനെ ആ ശംഖചൂഡൻ എന്ത് ചെയ്യാണ്? പേടിച്ചോടുകയാണ്. അങ്ങനെ പേടിച്ചോടിയ ശംഖചൂഡനെ പുറകെ ചെന്ന് ഭഗവാൻ വധിക്കുകയാണ്. വധിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഈ ശംഖചൂഡൻ ധരിച്ചിരുന്ന എന്തായിരുന്നു? ധരിച്ചിരുന്ന ശിരോരത്നം എന്ന് പറഞ്ഞ അത്രയും അതുല്യമായ അമൂല്യമായിട്ടുള്ള ഒരു രത്നമാണ് ശിരോരത്നം എന്ന് പറയുന്നത്. അപ്പൊ ആ ശിരോരത്നം വാങ്ങി ബലരാമസ്വാമിക്ക് ഭഗവാൻ കൊടുക്കുകയാണ്. ദിനേഷു സുഹൃജനൈ സഹാ വനേഷു ലീലാപരം മനോഹരം രസിത വേണുനാദാമൃതം ഭവന്തമമിരീദൃശാമൃതപാരായണാദായിനം വിചിന്യ കിമുനാലപൻ വിരഹദാപിതാ ഗോപികാഃ. പകൽ നേരങ്ങളിൽ സുഹൃത്തുക്കളുമായി വനത്തിൽ ലീലകൾ ആടുന്നവനും കാമദേവനെ പോലെ മനോഹരനും തന്റെ മുരളീ ഗാനാമൃതത്തെ സ്വയം ആസ്വദിക്കുന്നവനും ദേവസ്ത്രീകളുടെ കണ്ണുകൾക്ക് സ്വന്തം രൂപമാകുന്ന അമൃതിന്റെ ആസ്വാദനം നൽകുന്നവനുമായ അവിടത്തെ വിചാരിച്ച് വിരഹാർദ്രരായ ഗോപികമാർ പലതും പറഞ്ഞ് വിലപിച്ചു. അപ്പൊ വിരഹാർദ്രരായ ഗോപികമാർ എന്ത് ചെയ്യണം? ഭഗവാന്റെ അങ്ങനെയുള്ള ഓരോ ലീലകൾ പറഞ്ഞ് പകൽ നേരത്തിൽ ഭഗവാനുമായിട്ടുള്ള ലീലകളെല്ലാം പറഞ്ഞ് അവര് സ്വയം പലതും പറഞ്ഞ് വിലപിക്കുകയാണ്. ഭോജരാജവൃതകസ്ത്വദ കഷ്ടദുഷ്ടപദദൃഷ്ടിരിഷ്ടഃ നിഷ്ഠുരാകൃതിരപഷ്ടു നിനാദ സ്തൃഷ്ടദേ സ്മ ഭവദേ വൃഷരൂപീ. പിന്നീട് കംസന്റെ ഭൃത്യനും ദുഷ്കർമ്മങ്ങളിൽ മാത്രം മുഴുകിയിരിക്കുന്നവനും നിഷ്ഠൂരനും കഠിനമായ ശബ്ദമുള്ളവനും കാളയുടെ രൂപം ധരിച്ചവനുമായ അരിഷ്ടൻ എന്ന അസുരനെ അവിടുന്ന് കണ്ടു.
എന്നിട്ട് എന്ത് ചെയ്യാൻ, ഒരു നിഷ്ഠൂരനായ ക്രൂരനായ ഒരു അരിഷ്ടൻ എന്ന് പറയുന്ന ഒരു അസുരനെ ഭഗവാൻ കാണുകയാണ്. ശാകരോവദാ ജഗദീ ധൃതഹാരി മൂർത്തിമേഷ ബൃഹതീം പ്രദദാനഃ പങ്ക്തിമാശു പരികൂർണ്യ പാശൂനാം ഛന്ദസാം നിധിമമാപ ഭവന്തം. കാളയുടെ രൂപം ധരിച്ചും ലോകത്തെ തന്നെ ഭയപ്പെടുത്തുമാറ് ഭീമാകാര ശരീരവുമുള്ള അവൻ പശുക്കൂട്ടങ്ങളെ ഭയപ്പെടുത്തി ആട്ടി ഓടിച്ചുകൊണ്ട് വേദങ്ങൾക്കിരിപ്പിടമായ അവിടത്തെ നേർക്ക് പാഞ്ഞു വന്നു. എന്നിട്ട് ഈ ദുഷ്ടനായ അരിഷ്ടാസുരൻ എന്ത് ചെയ്യണമെന്നറിയാമോ? കാളയുടെ രൂപമാണല്ലോ, കാളയുടെ രൂപം ധരിച്ചും ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്നത് പോലെ ഭീമാകാരമായിട്ടുള്ള ശരീരമുള്ള ആ അരിഷ്ടാസുരൻ എന്ത് ചെയ്യണം? ആട്ടി ഓടിക്കണം പശുക്കൂട്ടങ്ങളെ. ഭഗവാന്റെ പശുക്കൂട്ടങ്ങളെയൊക്കെ ആട്ടി ഓടിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഭഗവാന്റെ നേരെ വരികയാണ്. തുംഗശൃംഗമുഖമാശവിയന്തം സംഗൃഹ്യസ്യ രസസ്രസാദിഫിയം തംഹാം ഭദ്രരൂപൈരമപി ദൈത്യമഭദ്രം മർദയന്നമദയൻ സുരലോകം. ഭദ്രരൂപമപി ദൈത്യമഭദ്രം മർദയന്നമദയ സുരലോകം. അപ്പൊ എന്താ? നിർഭയനായി കൊമ്പും തലയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ പാഞ്ഞു വരുന്ന കാളരൂപിയാണെങ്കിലും യഥാർത്ഥത്തിൽ കാളയല്ലാത്ത ആ അസുരനെ അവിടുന്ന് വേഗം കടന്നു പിടിച്ച് മർദ്ദിച്ചു വധിച്ചു. ദേവന്മാർ സന്തോഷചിത്തരായി. അപ്പം ഇതെന്താ? കാളയല്ലെന്ന് ഭഗവാൻ അറിയാം. അങ്ങനെ എന്ത് ചെയ്യണം? പിടിച്ച് വലിച്ചിട്ട് ഭഗവാൻ ആ അരിഷ്ടാസുരനെ വധിക്കുകയാണ്. ചിത്രമധ്യ ഭഗവൻ വൃഷഗോദാത് സുസ്ഥിരാജനിവൃഷ സ്ഥിതിരുർവ്യാംഹ വർദ്ധതേ ച വൃഷചേതസി ഭൂയാൻ മോദയിത്യ വിനുദോ വസി സുരൈസ്തും. അല്ലയോ ഭഗവാനെ, ആശ്ചര്യം തന്നെ. അവിടുന്ന് ആ കാളയെ അരിഷ്ടൻ എന്ന അസുരനെ കൊന്നതിനാൽ ഭൂമിയിൽ ധർമ്മം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, സ്വർഗത്തിൽ ദേവേന്ദ്രനും ആനന്ദമുണ്ടാക്കിയിരിക്കുന്നു എന്നിങ്ങനെ ദേവന്മാരാൽ അവിടുന്ന് സ്തുതിക്കപ്പെട്ടു. അങ്ങനെ ദേവന്മാരെന്ത് പറയണ? അല്ലയോ ഭഗവാനെ, ആശ്ചര്യം തന്നെ. അവിടുന്ന് കാളയെ അരിഷ്ടൻ എന്ന അസുരനെ കൊന്നതിനാൽ ഭൂമിയിൽ ധർമ്മം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഭൂമിയിൽ ധർമ്മം ഉറപ്പിക്കാൻ ആർക്കാണ് കഴിയുക? ഭഗവാന്. അപ്പൊ ആ ദുഷ്ടനായ അസുരനെ വധിച്ചതിലൂടെ ഭഗവാൻ ഭൂമിയിലെ ധർമ്മത്തെ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ സ്വർഗത്തിലെ ദേവേന്ദ്രനും ദേവന്മാരും എല്ലാം അതിൽ ആനന്ദമുണ്ടായിട്ട് അവരെല്ലാം ഭഗവാനെ സ്തുതിക്കുകയാണ്. ഔഷകാണി പരിതാവദൂരം വീക്ഷ്യതാമമിഹോഷ വിഭേദിഹ ഇത്തമാതസ്സസിതൈ സഹ ഗോപൈർ ഗേഹഗസ്ത്വമവവാദപുരേശ. അല്ലയോ കാളകളെ, നിങ്ങൾ ദൂരെ ഓടി മാറിക്കൊള്ളുക. ഇതാ ഇവൻ കാളയെ നിഗ്രഹിക്കുന്നവനാണ് എന്നിങ്ങനെ ഗോപന്മാരാൽ കളിയാക്കപ്പെടുന്നവനായ അല്ലയോ ഗുരുവായൂരപ്പാ, അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ. അപ്പോ എന്ത് ചെയ്യണം? ഗോപന്മാരൊക്കെ അപ്പൊ കളിയാക്കിയാണ്. കാളകളെ, എല്ലാ കാളകളും ഓടിക്കൊള്ളും, ഭഗവാന്റെ കയ്യിൽ കിട്ടിയ എല്ലാത്തിനെയും വധിക്കുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞ് ഭഗവാനെ അങ്ങനെ കളിയാക്കുകയാണ്. അപ്പൊ ഗോപന്മാർക്ക് അങ്ങനെയാണല്ലോ, ഭഗവാനെ കളിയാക്കാനൊക്കെ കഴിയുമല്ലോ. അതായത് ഗോപന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നവരാണ്. അപ്പൊ അവർക്ക് എപ്പോഴും ഭഗവാനെ കളിയാക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഭഗവാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഭഗവാനുള്ള ഒരു പ്രേമഭക്തി ഉണ്ടായി. അങ്ങനെ ഒരു പ്രേമഭക്തി വന്നിട്ട് ഭഗവാന്റെ ആ വൃന്ദാവന ധാമത്തിൽ തന്നെ എത്തണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം അതുകൊണ്ടാണ്. കാരണം അവിടെ നമുക്ക് ഭഗവാൻ ഒരു രാജാവിനെ പോലെ, അതേസമയം ദ്വാരകയിൽ വൈകുണ്ഠത്തിലൊക്കെ ഭഗവാൻ രാജാവിനെ പോലെയാണ്, വൈകുണ്ഠത്തിൽ രാജാവിനെ പോലെയാണ്. പക്ഷേ വൃന്ദാവനത്തിൽ അങ്ങനെയല്ല. വൃന്ദാവനത്തിൽ ഭഗവാൻ ഗോപന്മാരുടെ കൂടെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും വൃന്ദാവനത്തിൽ ആ ഒരു ഇത് ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് അത്രയും ക്വാളിറ്റി, അത്രയും ഇതുള്ളവർക്കാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ, ജയ ശ്രീ രാധേ ശ്യാം. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്തത് ദശകം 71 ആണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം.
ഹരേ കൃഷ്ണ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പലരും എന്നോട് ചോദിച്ചു, ഭൗതിക ലോകം, അതായത് ഭൗതിക ലോകത്ത് നിന്ന് നമ്മൾ വേർപെട്ടിട്ട് മാറിയിട്ട് നമ്മൾ ആത്മീയതയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ. അങ്ങനെയാണ് കൃഷ്ണനെ ഭജിക്കുന്നതിലൂടെ, നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിക്കുന്നതിലൂടെ രാധാറാണീനെ ഭജിക്കുന്നതിലൂടെ നമുക്ക് ഈ ഭൗതികതയിൽ നിന്ന്, അതായത് നമുക്ക് ഇനി ഒരു ഭൂമിയിൽ വന്നിട്ട് എന്താ പറയാ, ഒരു ജന്മം, അല്ലെങ്കിൽ അഥവാ ഇനി ജന്മം ഉണ്ടായാൽ തന്നെ അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട്, ഭഗവാനെ ഭജിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മം കിട്ടുക എന്നുള്ളതാണ്. അതായത് ഭഗവാനിലുള്ള ഒരു അഭയം, അല്ലെങ്കിൽ ഭഗവാനിലുള്ള എന്താ പറയാ, ഭഗവാന്റെ ദാസനായിട്ട്, അല്ലെങ്കിൽ ഭഗവാനിലുള്ള ഇതിനു വേണ്ടിയിട്ടാണ്, ഒരു സ്നേഹം ഉണ്ടാകുമ്പോൾ ഭഗവാനിലേക്ക്, അതായത് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരിത്. അതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ, അത് മാത്രമല്ല, അല്ലാതെ നമുക്ക് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്രയും ഇഷ്ടമാണ്. ഭഗവാനെ അത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, നമുക്ക് ഒരു ഭൗതികതയിലുള്ള ദുഃഖങ്ങളെല്ലാം മാറി അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഭഗവാനിൽ ഒരു ഭക്തി ഉണ്ടാവണമെന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത്, ഈ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുന്ന ഈ നാമം നമ്മൾ പറയാന്നുള്ളത്. എപ്പോഴും ഗോവിന്ദനാമം, എപ്പോഴും കൃഷ്ണന്റെ ഈ ഹരേ കൃഷ്ണ നാമം പറയാന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ നമുക്ക് ഈ പറയുന്ന ഈ ഭൗതിക ലോകം നമുക്ക് മാറി അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ആത്മീയ ലോകത്തിലേക്ക് കടക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും ഈ നാമം എപ്പോഴും പറയണം, എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ എത്രയൊക്കെ ജന്മം ഈ ഭൂമിയിൽ ഇനി ഉണ്ടായാലും, ഈ ഭൂമിയിൽ ഒരുപാട് എന്താ പറയാ, സന്തോഷിക്കുന്നവരുണ്ടാവാം. എന്നാൽ ഭൂമിയിൽ സന്തോഷം മാത്രമല്ല, ഭൂമി എന്ന് പറയുന്നത് ഒരു ദുഃഖാലയം തന്നെയാണ്. അതായത് എത്ര പണമുള്ളവരായാലും, അല്ലെങ്കിൽ എത്ര വലിയ പദവിയിലിരിക്കുന്നവരായാലും ശരി തന്നെ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും എല്ലാം നമുക്ക് സഹിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ദുഃഖാലയമാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ കടന്ന് അടുത്ത ഒരു സ്റ്റേജിലേക്ക്, ആത്മീയതയിലേക്ക് കടക്കാന്നുള്ളത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ കൂടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് ഭഗവാനിൽ ഒരു അഭയം കിട്ടുന്നതാണ്. ഭഗവാൻ അല്ലെങ്കിൽ ഒരു ദാസനായിട്ടോ ദാസിയായിട്ടോ, പത്മനാഭദാസൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ ദാസൻ, അങ്ങനെ ഒരു ഇതിലേക്ക് നമുക്ക് ഒരു ഇത് കിട്ടുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരോടും ഒരു മാർഗം മാത്രമേ നമുക്കുള്ളൂ. കാരണം നമ്മൾക്ക് ഇനിയും അങ്ങോട്ട് പോകുന്തോറും, കലികാലം ഇനി കൂടിക്കൂടി വരുന്തോറും എല്ലാ ജനങ്ങൾക്കും ഒരുപാട് എന്താ പറയാ, ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു മോചനമാണ് നമ്മൾ ഭഗവാന്റെ ഭക്തിയിലേക്ക് വരിക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ത്രിസന്ധ്യ സമയത്തും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. ഹരിനാമ കീർത്തനം, ഹരേ കൃഷ്ണ നാമം പറയുന്നതിന് ഇന്നൊരു ടൈമില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഹരിനാമ കീർത്തനം പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഈ നാമം എപ്പോഴും പറയാം. ഹരേ കൃഷ്ണ. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളേ നോക്കാം. സൂര്യൻ, സനൽ, ജിത്തൂസ്, ലത, സൽമാൻ, ധനേഷ്, ഷിബിൻ, കുമാർ, രാഖി, ബിനു, ടെഫ്, മനു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ രാധേ ശ്യാം.